Praise
ദൈവം ചെയ്ത എല്ലാ നന്മകൾക്കായി, ദൈവം നടത്തിയ എല്ലാ വിധങ്ങൾക്കായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രാജാധിരാജാവും കഥാധികഥാവും മഹത്വത്തിന്റെ ദൈവവും പ്രത്യാശയുടെ ദൈവമായ നമ്മെ ഇത്രത്തോളം അത്ഭുതകരമായി, അതിശയകരമായി, ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവം നമ്മെ വഴി നടത്തിയല്ലോ. ഹല്ലേലൂയ ഐശ്വര്യമായി ദൈവം നമ്മെ നടത്തിയതിനെ ഓർത്ത് ഹല്ലേലൂയ ദൈവത്തിന് നമുക്ക് നന്ദി പറയാതിരിക്കാൻ സാധിക്കില്ല. ഹല്ലേലൂയ 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 ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയിടുമോ, നാഥൻ നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയിടുമോ. 2024 ദൈവം നമ്മെ നടത്തിയ വിധങ്ങളോർത്താൽ ആരുടെ ദൈവത്തിന് നാം നന്ദി പറയാതിരിക്കാൻ സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർക്കുന്നവർ, ദൈവം ചെയ്ത നന്മകളെ ഹല്ലേലൂയ സന്തോഷത്തോടെ അനുഭവിച്ചവർക്ക് ദൈവത്തിന് നന്ദി പറയാതിരിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ. ജീവിതത്തിന്മേലുകൾ ഏലനു തോന്നിയപ്പോൾ
ആഴ്ചകളിലേക്ക്, അവസാന ദിവസങ്ങളിലേക്ക് ദൈവം നമ്മെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. എത്രയോ ഹല്ലേലൂയ പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നു. ഹല്ലേലൂയ നാം ജീവിതത്തിന്റെ ഈ യാത്രയിൽ പലപ്പോഴും വേദനെന്ന് തോന്നിയ സാഹചര്യങ്ങളിൽ, പലപ്പോഴും നമ്മെ സഹായിക്കാൻ ആരുമില്ലെന്ന് തോന്നിയ സാഹചര്യങ്ങളിൽ, പലപ്പോഴും ഹല്ലേലൂയ ഹല്ലേലൂയ നാം തകർന്നു പോയെന്ന് തോന്നിയ സാഹചര്യങ്ങളിൽ ദൈവം നമ്മെ ഹല്ലേലൂയ തന്റെ ഹല്ലേലൂയ നാം ഏകനെന്ന് തോന്നിയ സാഹചര്യങ്ങളിലൊക്കെ അവൻ ഹല്ലേലൂയ ദൈവം നമുക്ക് ധൈര്യം പകർന്നു. ഹല്ലേലൂയ ദൈവം നമുക്ക് വചനം നൽകി. ഹല്ലേലൂയ തകർന്നു പോകാതെ അവൻ ഈ ഹല്ലേലൂയ അവസാന ദിനത്തോളം, അവസാന ആഴ്ചയോളം ദൈവം കൂട്ടിക്കൊണ്ടുവന്നു. രോഗിയായി തീരാതെ, അപകടമഴത്തിൽ നാം പെട്ടുപോകാതെ, അനർത്ഥങ്ങളിൽ നാം പെട്ടുപോകാതെ, എതിരുകൾ നമുക്ക് പ്രതികൂലമായി കടന്നു വരാതെ ദൈവം നമ്മെ അത്ഭുതകരമായി നടത്തിയല്ലോ. ഭാരവും ദുഃഖവും ഒക്കെ തോന്നിയ സാഹചര്യങ്ങൾ, മനം നൊന്ന് ഹല്ലേലൂയ നാം ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നിയ സാഹചര്യങ്ങളിൽ, ഹല്ലേലൂയ നാട് വിട്ടു പോകണമെന്ന് തോന്നിയ സാഹചര്യങ്ങളിൽ, ഞാൻ എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ച് നിലവിളിച്ചതായ സാഹചര്യങ്ങളിൽ, രാത്രിയുടെ ഏകാന്തതകളിലൊക്കെ ഹല്ലേലൂയ ഉറങ്ങാതെ ഹല്ലേലൂയ നിലവിളിച്ച സാഹചര്യങ്ങളിലൊക്കെ ദൈവം നമ്മെ വിടുവിച്ചല്ലോ. അവൻ ഹല്ലേലൂയ നമ്മെ ഹല്ലേലൂയ തന്റെ ചാരയണച്ച, തന്റെ ഹല്ലേലൂയ നമ്മെ ചേർത്തണച്ച, അവൻ നമ്മെ നടത്തിയല്ലോ, അവൻ നമ്മെ വിടുവിച്ചല്ലോ. ഹല്ലേലൂയ ദൈവം ചെയ്ത ഉപകാരങ്ങൾ എത്ര വലുതാണെന്നേ. ഹല്ലേലൂയ കൂട്ടുകാരൻ പരമായിട്ട നമ്മെ ആനന്ദമയം കൊണ്ട് അഭിഷേകം ചെയ്യാം. ഹല്ലേലൂയ ശത്രു നമ്മെ തകർത്തു കളയാതെ അനുഗ്രഹീതമായ ഈ നല്ല കൂട്ടായ്മയെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ഒരു ദൈവവചനം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം വായിക്കാം. മതി. ഹല്ലേലൂയ. ദൈവജനത്തിൽ പ്രകാരമാണ് പറഞ്ഞത്, എന്നാൽ ദൈവം അവനോട് കൂടെയിരുന്നു, സകല സങ്കടങ്ങളിൽ നിന്ന് അവനെ വിടുവിച്ചു. സകല സങ്കടങ്ങളിൽ നിന്ന് ദൈവം അവനെ വിടുവിച്ചു. പ്രൈസ് ദി ലോർഡ്. കരങ്ങളെടുത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. 2024 പ്രാരംഭ മാസം മുതൽ, ജനുവരി മാസം മുതൽ ഈ അവസാനത്തെ മാസം വരെ ദൈവം നമ്മളെ എന്ത് ചെയ്തു? സകല കഷ്ടങ്ങളിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിച്ചു. ദൈവം നമ്മോട് കൂടെയിരുന്നു. ദൈവം നമ്മോട് കൂടെയിരുന്നു. ദൈവം നമ്മോട് കൂടെ ഇരുന്നത് കൊണ്ടാണ് ഹല്ലേലൂയ പല കഷ്ടങ്ങളും നമുക്ക് ഹല്ലേലൂയ ഉണ്ടാകുവാൻ, പല കഷ്ടങ്ങളിൽ നിന്ന്, ഹല്ലേലൂയ വേദനകളിൽ നിന്ന്, ഭാരങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, നിന്ദകളിൽ നിന്ന് എല്ലാം ദൈവം നമ്മെ വിടുവിക്കുവാൻ, നമുക്കത് ഹല്ലേലൂയ ഒരു വലിയ വേദനാജനകമായ കാര്യമായി തീരാതെ ഇരിപ്പാൻ മുഖാന്തരമായി തീർന്നത് ഹല്ലേലൂയ ദൈവവചനത്തിൽ പറയുന്നത് പോലെ ദൈവം അവനോട്, അല്ലെങ്കിൽ ദൈവം നമ്മോട് കൂടെ ഇരുന്നത് കൊണ്ടാണ്. 2024 ദൈവം നമ്മോട് കൂടെ ഇരുന്നത് കൊണ്ടാണ് ദൈവം നമ്മെ അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിച്ചത്. ഒത്തിരി പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാമായിരുന്നു, ഒത്തിരി പ്രതിസന്ധികൾ കടന്നു വരാമായിരുന്നു. എത്രയോ പ്രാവശ്യം ശാരീരികമായ അസ്വസ്ഥതകൾ, രോഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി. അതൊന്നും ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോയി ആയിരക്കണക്കിന് രൂപ ചിലവാകുവാൻ ഇടവരാതെ ദൈവം ആ സമയങ്ങളിലൊക്കെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയിൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടു. ദൈവം വിടുവിക്കുവാൻ തക്കവണ്ണം ഇടയായി. ദൈവം നമ്മുടെ തലമുറയെ രോഗത്തിൽ നിന്ന് വിടുവിക്കുവാൻ തക്കവണ്ണം ഇടയായി. എത്രയോ പ്രാവശ്യം വാഹനത്തിൽ യാത്ര ചെയ്തപ്പോൾ 2024 പലയിടങ്ങളിൽ വെച്ച് അപകടങ്ങൾ ഉണ്ടായി. എന്നാൽ
തലമുടി ഈ ഇഴനാരിന്റെ അകലത്തിൽ മരണത്തിൽ നിന്ന് ദൈവം നമ്മെ വിടുവിപ്പാൻ തക്കവണ്ണം ഇടയായി. അപകടത്തിൽ വഴിയിൽ വെച്ച് നാം നശിച്ചു പോകാതെ ഇരിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ എന്ത് ചെയ്തു? കരങ്ങളിൽ താങ്ങി. ദൈവവചനം പറയുന്നു, വഴിയിൽ വെച്ച് നശിച്ചു പോകാതെ ഇരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ. ദൈവകരങ്ങളിൽ നമ്മെ വഹിച്ചത് കൊണ്ട്, ദൈവത്തിന് അതിന് നമ്മളോട് കരുണ തോന്നിയത് കൊണ്ട്, ദൈവത്തിന് നമ്മളോട് ദയ തോന്നിയത് കൊണ്ട്, ദൈവത്തിന് നമ്മളോട് സ്നേഹം തോന്നിയത് കൊണ്ട് അവൻ കൂടെ ഇരുന്ന് വിടിവിപ്പാൻ തക്കവണ്ണം ഇടയായി. ഇവിടെ ജോസഫിനെ കുറിച്ചാണ് നമ്മ ഭാഗം കാണുവാൻ തക്കവണ്ണം ഇടയായത്. ഒരു വീണ്ടും ദൈവജനത്തിൽ ദാവീദിന് ജോസഫിനെ തന്റെ സഹോദരന്മാരെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ദൈവത്തിന് മഹത്വം. ഒരു ക്രിസ്തുവിനെ, യേശുവിന്റെ പുതിയ നിയമത്തിൽ യേശുവിന് സമമായി ദൈവത്തിന് മഹത്വം അവിടെ ജോസഫിനെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ദൈവത്തിന് മഹത്വം. ചില വ്യക്തികളെ, ചില ദേശത്തുള്ളവരെ, തന്റെ പ്രിയപ്പെട്ടവരെ വീണ്ടെടുക്കുവാൻ ദൈവം ജോസഫിനെ അവിടെ നിർത്തുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന് മഹത്വം. 2024 ദൈവനാമ മഹത്വത്തിന് വേണ്ടി അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുപ്പാൻ, അനേകരെ നിത്യതയ്ക്ക് അവകാശികളാക്കി തീർക്കുവാൻ തക്കവണ്ണം, സുവിശേഷ ഘോഷണം ചെയ്യുവാൻ, ദൈവത്തിന്റെ വേല ചെയ്യുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ ദൈവം സ്നേഹിച്ച് കൂട്ടിവരുത്തിയ ദൈവത്തിന്റെ ദാസന്മാരോട്, ദൈവത്തിന്റെ ദാസിമാരോട്, ദൈവത്തിന്റെ മക്കളോട് ദൈവത്തിന്റെ ആത്മാവിന് പറയാനുള്ള ഒരു കാര്യമുണ്ട്. ഒരുപക്ഷെ ഇന്ന് പകൽക്കാലം അടുത്തും അകലെയുമായി നിന്ന് ഈ ദൈവവചനം ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നമ്മെ കുറിച്ച്, ദൈവത്തിന് നിങ്ങളെ കുറിച്ച്, ദൈവത്തിന്റെ തന്റെ പ്രിയപ്പെട്ടവരെ കുറിച്ച്, ദൈവം ജീവൻ കൊടുത്ത് വാങ്ങിയവരെ കുറിച്ച്, ദൈവം തന്റെ രക്തം കൊടുത്ത് വാങ്ങി വില വാങ്ങിയവരെ കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശം ഉണ്ടായത് കൊണ്ടാണ് ദൈവം കൂടെ ഇരുന്ന് 2024 ദൈവം നിങ്ങളെ വിടുവിച്ചത്. ദൈവം നമ്മെ വിടുവിച്ചത്. അപകടത്തിൽ പെട്ടുപോകാതെ ദൈവം നമ്മെ വിടുവിച്ചത്. രോഗങ്ങളിൽ പെട്ടുപോകാതെ, ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോകാതെ ദൈവം നമ്മെ വിടുവിച്ചത്. അന്ധകാര മണ്ഡലങ്ങൾക്ക് നമ്മുടെ മേൽ തീർവാഴ്ച നടത്തുവാൻ അനുവദിക്കാത്ത തരത്തിൽ ദൈവം നമ്മെ വിടുവിച്ചത് ദൈവത്തിന് നമ്മളോടൊരു കരുണയുണ്ടായത് കൊണ്ടാണ്. ദൈവത്തിന്റെ മഹത്വം. നമുക്കറിയാം, ജോസഫിന്റെ ചരിത്രത്തിൽ ദൈവത്തിന്റെ മഹത്വം. ജോസഫ് ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിൽ 1-2 വാക്യങ്ങളൊന്ന് വായിച്ചാക്കാം. യാക്കോബ് തന്റെ പിതാവ് അതെ അവൻ തന്റെ സഹോദരന്മാരോട് കൂടെ ആടുകളെ മേയിച്ചുകൊണ്ട് ഒരു ബാലനായി തന്റെ അപ്പന്റെ ഭാര്യമാരായ ബിൽഹായുടെയും സിൽപായുടെയും പുത്രന്മാരോട് കൂടെ ഇരുന്ന് അവരെ കുറിച്ചുള്ള ദുശ്രുതി യോസേഫ് അപ്പനോട് വന്ന് പറഞ്ഞു. യോസേഫ് വാർദ്ധക്യത്തിലെ മകനാകൊണ്ട് ഇസ്രായേൽ നാം കാണുന്നത് 17 വയസ്സുള്ള യോസഫിന്റെ ആണ് ദൈവജനത്തിൽ നാം കാണുന്നത്. തന്റെ സഹോദരന്മാരെ കുറിച്ചുള്ളതായ അവരുടെ ചില കുറവുകൾ എന്ത് ചെയ്തു? ജോസഫ് തന്റെ അപ്പനോട് വന്ന് പറയാൻ തക്കവണ്ണയായി. എന്തിനാണ് ജോസഫ് തന്റെ സഹോദരങ്ങളെ കുറിച്ചുള്ളതായ കാര്യങ്ങൾ, കുറവുകൾ തന്റെ പിതാവിനോട് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? തന്റെ സഹോദരന്മാരുടെ നല്ല ഒരു ഭാവി, അല്ലെങ്കിൽ അവർക്ക് കുറവുകളും കുറ്റങ്ങളും ഇല്ലാതെ വളരണം എന്നുള്ളതായ, ജീവിക്കണം എന്നുള്ളതായ ഒരു നല്ല ചിന്ത, ഒരു ആത്മീയ ചിന്തയാണ് അതിന് ജോസഫിന്റെ ഉള്ളിൽ കിടന്നത്.
അവരുടെ തെറ്റുകൾ, അവരുടെ കുറവുകൾ പിതാവിനോട് ചെന്ന് പറയുമ്പോൾ പിതാവ് എന്ത് ചെയ്യും? തന്റെ മക്കളെ ശിക്ഷിച്ച് അല്ലെങ്കിൽ ആ തെറ്റുകൾ, ആ കുറവുകൾ പറഞ്ഞു നിരത്തി അവരെ കുറ്റമില്ലാത്തവരായി, കുറവില്ലാത്തവരായി അവർ ജീവിക്കണം എന്നുള്ളതായ നല്ല ആശയോടുകൂടി, ആഗ്രഹത്തോടുകൂടി തന്റെ സഹോദരന്മാരുടെ കുറവുകൾ പിതാവിനോട് ചെന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ മഹത്വം അവിടെ സംഭവിച്ചത് എന്താണോ? നന്മയ്ക്ക് വേണ്ടി ചെയ്തത് തിന്മയായി അവന്റെ ജീവിതത്തിൽ ഹാലലിയ വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായി. ദൈവത്തിന്റെ മഹത്വം. ഞാനും നിങ്ങളും അല്ലെങ്കിൽ ദൈവപാതപടത്തിൽ ദൈവത്തെ അറിഞ്ഞ, ദൈവത്തെ സ്നേഹിച്ച, ദൈവത്തിന്റെ വെടിയാൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി നാം ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ചില കാര്യങ്ങൾ പറയുമ്പോൾ, ചില കാര്യങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ സഹോദരങ്ങളായാൽ പോലും, നമ്മുടെ മാതാപിതാക്കളായാൽ പോലും അത് തിരിച്ചറിയുവാൻ തക്കവണ്ണം അവർക്ക് സാധ്യമാവുകയില്ല. അവർ ചിന്തിക്കുന്നത് തിരിച്ചാണ്. അവർ ചിന്തിക്കുന്നത് തിരിച്ചായതുകൊണ്ട് നിനക്ക് നന്മയ്ക്ക് പകരം നിനക്ക് തിന്മ നിന്റെ ജീവിതത്തിൽ അവരിൽ നിന്ന് ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയാകും. ഇവിടെ ജോസഫ് നല്ലത് ചിന്തിച്ച് തന്റെ സഹോദരങ്ങളെ കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്റെ സഹോദരന്മാരെല്ലാം ദൈവ വിളിയാൽ തിരഞ്ഞു വേർതിരിക്കപ്പെട്ട ജോസഫിനെതിരായി ചിന്തിപ്പാനും അവനെ സ്തോത്രം വിൽക്കുവാനും പൊട്ടക്കുഴിയിലിട്ട് കൊല്ലുവാനും അങ്ങനെ പലവിധമാകുന്ന എതിരുകൾ, പ്രതികൂലങ്ങൾ അവനെ ഇല്ലാതെയാക്കുവാൻ തന്റെ സഹോദരന്മാർ ചിന്തിച്ചതുപോലെ 2024 ഒരുപക്ഷെ പ്രിയരെ നാം മറ്റുള്ളവർക്ക് വേണ്ടി നന്മയാഗ്രഹിച്ച് ചിന്തിച്ച് പ്രവർത്തിച്ച സാഹചര്യങ്ങളിൽ ആ തിന്മകളെല്ലാം, ആ നന്മകളെല്ലാം, ആ നന്മ ചിന്തകളെല്ലാം നമുക്കെതിരായി ഒരു സർപ്പത്തെ പോലെ നമ്മെ തിരിച്ചു കൊത്തുവാൻ വേദനപരമായ കാര്യമായിട്ട്, വേദനയോടുണ്ടാകുന്ന അനുഭവങ്ങളായിട്ട്, ഒറ്റപ്പെടുത്തുന്നതായ അനുഭവങ്ങളായിട്ട്, നിന്ദിക്കപ്പെടുന്ന അനുഭവങ്ങളായിട്ട്, കണ്ണുനീരിന്റെ അനുഭവങ്ങളായിട്ട്, ഭവനത്തിൽ നിന്ന് ഇറക്കി വിടുന്ന അനുഭവങ്ങളായിട്ട്, അതിനേകരായി തള്ളിക്കളയുന്ന അനുഭവമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം നീ ഓർത്തുകൊള്ളണം. ജോസഫിനെ സ്വർഗത്തിലെ ദൈവം സ്നേഹിച്ച് അവനെ സകല കട്ടതയിൽ നിന്നും വിടുവിച്ചതുപോലെ നല്ല ചിന്തയോടുകൂടി നീ ചിന്തിക്കുന്ന, സംസാരിക്കുന്ന കാര്യങ്ങൾ, നല്ല ചിന്തയും മറ്റുള്ളവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് നീ പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ തുടക്കത്തിൽ നിനക്ക് വേദനയാണെങ്കിലും, തുടക്കത്തിൽ നിന്ന് പൊട്ടക്കഴിയിൽ തള്ളിയിടുന്ന അനുഭവമായിരുന്നാലും, തുടക്കത്തിൽ നിന്ന് മറ്റുള്ളവർ നിന്ദിക്കുന്ന അനുഭവങ്ങളായിരുന്നാലും, നാളെയുടെ ദിവസങ്ങൾ നിനക്ക് അനുഗ്രഹത്തിന്റെ അനുഭവമായി, അനുഗ്രഹത്തിന്റെ വാതിലായിട്ട്, അനുഗ്രഹത്തിന്റെ കസേരയായി നിന്റെ ജീവിതത്തിൽ അത് വെളിപ്പെട്ടു വരുവാൻ തക്കവണ്ണം ഇടയാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് അനുഗ്രഹത്തിന്റെ ഒരു ദിവസമായി വരും. 2024 നിനക്ക് പ്രതികൂലമായി നിന്റെ മറ്റുള്ളവരെ കുറിച്ചുള്ള നല്ല ആശയോടുകൂടിയുള്ള പ്രവൃത്തികൾ നിനക്ക് വേദനാജനകരമായി തീർന്നു എങ്കിൽ ഒരു കാര്യം ഇന്ന് പകൽക്കാലം ഈ 2024 അവസാന മാസം അവസാന ദിവസങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ പറയുവാനുള്ള പരിശുദ്ധാത്മാവിന് ബോധ്യപ്പെടുത്തുവാനുള്ളത് അതിന്റെ ഈ വേദനകൾ മാറ്റുന്ന ഒരു വർഷം നിനക്കായി കടന്നു വരുന്നുണ്ട്. 2024 നിന്റെ വേദന, രോഗങ്ങൾ, ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ, ഒറ്റപ്പെടുത്തലുകൾ, വേദനിക്കുന്ന അനുഭവങ്ങൾ ഒക്കെ ഒരുപക്ഷെ മാതാപിതാക്കളിൽ നിന്നോ, നിന്റെ സഹോദരങ്ങളിൽ നിന്നോ, നിന്റെ വ്യക്തിമിത്രാദികളിൽ നിന്നോ, നിന്റെ കൂട്ടുകാരിൽ നിന്നോ നിന്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നല്ല ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നീ അത് ചെയ്തതെങ്കിൽ, നീ അത് പറഞ്ഞതെങ്കിൽ ഒരു നല്ല അനുഭവമായി നിന്റെ ജീവിതത്തിൽ അത് കടന്നു വരും. കാരണം ജോസഫിനോട് കൂടെ ദൈവം ഇരുന്ന് അവനെ സകല ഘട്ടങ്ങളിൽ നിന്ന് വിടുവിച്ചു എന്ന് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ നമുക്ക് വായിപ്പാൻ തക്കവണ്ണം ഇടയായി. അപ്പോസ്തല പ്രവൃത്തി 7:10 എന്താണ് പറഞ്ഞത്? എന്നാൽ ദൈവം അവനോട് കൂടെ ഇരുന്നു സകല സങ്കടങ്ങളിൽ നിന്ന് അവനെ വിടുവിച്ചു. പ്രൈസ് ദി ലോർഡ്.
സകല സങ്കടങ്ങളിൽ നിന്ന് അവൻ എന്ത് ചെയ്തു? കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചപ്പോൾ 2024 സകല സങ്കടങ്ങളിൽ നിന്നും അവൻ നിന്നെ വിടുവിച്ചു. അപകടത്തിൽ പെട്ടുപോകാതെ, രോഗത്തിൽ പെട്ടുപോകാതെ, അനർത്ഥത്തിൽ പെട്ടുപോകാതെ ആരുടെ ദൈവം നിന്നെ എന്ത് ചെയ്തു? നിന്റെ കഷ്ടതയിൽ നിന്നും വിടുവിച്ചു. അനേക കഷ്ടതയിൽ നിന്നും വിടുവിച്ചു. ഇന്ന് പകൽക്കാലം ആരുടെ എത്ര പേർക്ക് വിശ്വാസമുണ്ട്? 2024 എന്റെ ദൈവം എന്നെ സകല കഷ്ടതകളിൽ നിന്നും വിടുവിച്ചു. ഹല്ലേലൂയ. 2024 ജനുവരി മാസം മുതൽ ഈ മാസം വരെ ദൈവം നിന്നെ സകല കഷ്ടതകളിൽ നിന്ന് വിടുവിച്ചത് കൊണ്ടാണ് ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം 2024 ഡിസംബർ 27-ാം തീയതി ദൈവപാദപീഠത്തിൽ നാം സന്തോഷത്തോട് ഹല്ലേലൂയ ഇരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത്ര നല്ല രക്ഷക യേശുവേ, സ്നേഹം നീ തന്നതാ. ഇത്ര നല്ല രക്ഷക യേശുവേ, ഇത്ര സ്നേഹം നീ തന്നതാ. എന്തു ഞാൻ നൽകിട സകല വേദനകളിലും സകല ഭാരങ്ങളിലും ഹല്ലേലൂയ നാം അനുഭവിക്കേണ്ട, നാം ഒരുപക്ഷെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ, രോഗങ്ങളും ദുഃഖങ്ങളും പീഡകളും ഒക്കെ കടന്നു വന്നപ്പോൾ നാം അറിയാതെ ദൈവത്തിന്റെ ദൂതൻ നമ്മോട് കൂടെ ഉണ്ടായിരുന്നു. സകല കഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കുവാൻ ദൈവത്തിന്റെ ദൂതൻ നമ്മോടുകൂടെ ഉണ്ടായിരുന്നു. അത് ആത്മാവിൽ കണ്ട് ഹല്ലേലൂയ ആ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമുക്ക് അവസരം തന്നതിനെ ഓർത്ത് ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ദൈവം നമ്മെ വിടുവിച്ചതിനായി, ദൈവം നമ്മെ ഹല്ലേലൂയ സ്നേഹിച്ചതിനായി, അതിൽ കരുണ തോന്നിയതിനായി, അതിൽ നമ്മളോട് ദയ തോന്നിയതിനായി കരങ്ങളെ ഉയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തോട് പറയാനുള്ള കർത്താവേ, ഹല്ലേലൂയ, ഞാൻ എന്ത് നിനക്ക് നൽകണം? ഹല്ലേലൂയ. ഞാൻ നിനക്ക് എന്നെ വിടുവിച്ചതിന്, എന്നോട് കരുണ കാണിച്ചതിന്, എന്നെ ഇത്രത്തോളം നടത്തിയതിന്, അപകടത്തിൽപ്പെട്ട് മരിച്ചു പോകാതെ, അനർത്ഥങ്ങളിൽപ്പെട്ട് ഹല്ലേലൂയ തകർന്നു പോകാതെ, രോഗിയായി തീരാതെ നീ എന്നോട് കരുണ കാണിച്ചതിന് ഞാൻ എന്ത് ചെയ്യണം കർത്താവേ? ഞാൻ എന്നെ തന്നെ നിനക്ക് സമർപ്പിക്കുന്നു. 2025 ഹല്ലേലൂയ ഒരു അനുഗ്രഹ വർഷമായി ആ ദൈവത്തെ, സ്നേഹമുള്ള ദൈവത്തെ, നമ്മളോട് കരുണ കാണിച്ച ദൈവത്തെ, നമ്മളോട് ദയ കാണിച്ച ദൈവത്തെ ഹല്ലേലൂയ മഹത്വപ്പെടുത്തുവാൻ, ആരാധിക്കുവാൻ ദൈവവചന പ്രകാരം ഹല്ലേലൂയ സഭകളിൽ, ആരാധനകളിൽ, കൂട്ടായ്മകളിൽ ഹല്ലേലൂയ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഹല്ലേലൂയ ഈ ദൈവവചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.